ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എല്ലാവർക്കും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യൻ സ്കൂളിൽ മുന്നേ പഠിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നതാണ്. അത്തരത്തിലൊരു ദിവസം ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ സ്കൂളിലെ കോർഡിനേറ്റർ ഒരു ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് മുൻകൂർ ധാരണ ഇല്ലാതെ കടന്നു വന്നു. എന്നിട്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ ആ സയൻസ് അധ്യാപിക പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് ബുക്ക് വാങ്ങി ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരു 5 മിനിറ്റ്സോളം ക്ലാസ് എടുക്കുകയാണ്. ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ എന്നിട്ട് കുട്ടികളോട് ചോദിക്കുകയാണ്, ആര് പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായത് എന്നുള്ളത്. അപ്പോൾ കുറച്ച് കുട്ടികൾ കോർഡിനേറ്റർ പഠിപ്പിച്ചതാണ് മനസ്സിലായതെന്ന് പറഞ്ഞു, കുറച്ച് കുട്ടികൾ ടീച്ചർ പഠിപ്പിച്ചതാണ് മനസ്സിലായതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതാണ്, ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ വാക്കുകളില്ലാതാവുന്നു, അല്ലേ? ഈ ലോകത്ത് ആരും നമ്മുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരല്ല. ഒട്ടുമുക്കാൽ പേരും അങ്ങനെയാണ്. പക്ഷേ ചിലരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, പ്രത്യേകിച്ചൊരു അധ്യാപികയുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ സർവ്വസാധാരണയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഒരു അധ്യാപിക. നമ്മളൊരു പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് എടുക്കാം. എങ്ങനെയാണ് ഇങ്ങനെയുള്ള സന്ദർഭം വന്നാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാനസികമായ സംയമനം പാലിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ നേരിടാമെന്ന് ചിന്തിക്കാം. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കിത് ഭയങ്കരമായ ഒരു ഇൻസൾട്ടും ഒരു അപമാനം. ഞാൻ വളരെയധികം മാനസികമായി വേദനിക്കുന്ന സംഭവമാണിത്. അപ്പോൾ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് തീർത്തും നമ്മൾ ഒരു ആർഗ്യുമെൻറ്റിൽ ഇതിനെ നമുക്കൊരിക്കലും ടാക്കിൾ ചെയ്തെടുക്കാൻ കഴിയില്ല, അല്ലേ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമുക്കൊരാളെ തിരുത്തണമെന്നുണ്ടെങ്കിൽ 10 ആളിൻ്റെ മുന്നിൽ വച്ച് നമ്മളെ നാണം കെടുത്തി സംസാരിച്ച് നമ്മളെ തിരുത്തുക എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. വ്യക്തിപരമായി നമുക്ക് എന്ത് പറയാനുണ്ടോ അത് വ്യക്തിപരമായി വിളിച്ച് ഒരു സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമിലേക്കോ വിളിച്ച് ടീച്ചറിൻ്റെ ഭാഗത്ത് ഇങ്ങനത്തെ പോരായ്മകളുണ്ട്, ഇത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ എടുക്കാം, അല്ലേ? അത് നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പരസ്യമായി പറഞ്ഞാലും വിഷമമില്ലാത്തവരും ഉണ്ടാകാം. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ അഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഒരു ഇൻസൾട്ട് സഹിക്കാനുള്ള മനസ്സ് എനിക്കില്ല. അപ്പോൾ ഞാൻ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കാലത്ത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിനോടൊപ്പം തന്നെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൂടെ കരുതിയാണ് എപ്പോഴും പോകാറുള്ളത്. കാരണം എനിക്ക് ചില അപമാനങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്, അല്ലേ? തെറ്റ് ആർക്ക് സംഭവിക്കാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ പറയുന്ന വാക്കിന് ഒരു വിലയുമില്ല എന്ന് നമുക്ക് തോന്നുന്നിടത്ത് നമ്മൾ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലേ? നമുക്ക് സ്പേസ് ഇല്ലാത്തടത്ത് നമ്മൾ സംസാരിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പ്രത്യേകിച്ച് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു വിഡ്ഢി മാത്രം ചെയ്യുന്ന കാര്യമാണ്. ആർഗ്യുമെൻ്റ് കൊണ്ട് നമ്മൾ ഒരിടത്തും എത്തിച്ചേരാൻ പോകുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞത്, ടീച്ചിങ് അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോബല്ല, അങ്ങറ്റം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ജോബ് കൂടിയാണ്. മാനസികമായി നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻ ഈ കാര്യത്തിന്, ഈ അധ്യാപന ജോലിക്ക് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു പിടിയും കിട്ടില്ല. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ പുതിയ ടീച്ചേഴ്സ് വരാനുണ്ടെങ്കിൽ നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നിടത്തോളം കാലം അധ്യാപനം നമുക്ക് നിർത്തേണ്ടി വരില്ല. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് അധ്യാപനം തുടരാം, അല്ലേ? അതേ സമയം തന്നെ നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രം സംസാരിക്കുക. അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ സംസാരിച്ച് നമ്മുടെ വിലയേറിയ സമയവും നമ്മുടെ വിലയേറിയ മനസ്സിൻ്റെ നന്മയൊക്കെ നമ്മൾ സ്പോയിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെങ്കിൽ അത്
കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാവും. അതാണ് ഈ ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യാൻ കാരണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വ്ളോഗിലൂടെ കാണാം കേട്ടോ.